സത്യം സത്യമായി അരുളിയ തിരുവചനം നിത്യസത്യമായി അരുളിയ ദിവ്യവചനം ശാന്തിയായി ദീപമായി വിടുതലായി രക്ഷയായി സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ. സത്യസത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം സത്യമായി എന്ന TV പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങളുടെ വലിയൊരു ശ്രദ്ധയെ ബൈബിളിലെ 128 സങ്കീർത്തനത്തിലേക്ക് ക്ഷണിക്കുന്നു. ഈ സങ്കീർത്തനം ഞാൻ ആദ്യമായിട്ടൊന്ന് വായിക്കുന്നു. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാനഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിൻ്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. യെരൂശലേമിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. ബൈബിളിൽ കുടുംബ സങ്കീർത്തനങ്ങൾ എന്നറിയപ്പെടുന്ന 2 സങ്കീർത്തനങ്ങളാണുള്ളത്. ഒന്ന് 127 സങ്കീർത്തനവും 128 സങ്കീർത്തനവും. കുടുംബ ജീവിത സൗഭാഗ്യത്തെ പറ്റിയുള്ള ഒരു വിശിഷ്ട ഗീതമായിട്ടാണ് ഈ സങ്കീർത്തനത്തെ വേദ പണ്ഡിതന്മാർ വിവക്ഷിക്കുന്നത്. ഈ സങ്കീർത്തനത്തിൽ ഒരു ഭർത്താവുണ്ട്, ഒരു ഭാര്യയുണ്ട്, മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്. ഈ സങ്കീർത്തനത്തെ ശ്രദ്ധിച്ച് വീക്ഷിക്കുമ്പോൾ 3 കാര്യങ്ങൾ ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1 ഒരു മനുഷ്യൻ, 2 ഒരു കുടുംബം, 3 ഒരു രാഷ്ട്രം. ഒരു മനുഷ്യനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ മനുഷ്യൻ ഭാഗ്യവാനാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതിൻ്റെ കാരണം പറഞ്ഞിരിക്കുന്നത് അവൻ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്നു. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ വീക്ഷണവും ദൈവത്തിൻ്റെ വീക്ഷണവും ആ വിഷയത്തെ സംബന്ധിച്ച് വ്യത്യസ്തമാണ്. ലോകത്തിൻ്റെ വീക്ഷണത്തിൽ ആരാണ് ഭാഗ്യവാൻ? ഓണം ബമ്പറടിക്കുന്നവർ, ക്രിസ്മസ് ബമ്പറടിക്കുന്നവർ, ധാരാളം പണം സമ്പാദിക്കുവാൻ കഴിയുന്ന ആളുകൾ, വലിയ വലിയ നേട്ടങ്ങൾ, വലിയ വലിയ ഉയരങ്ങൾ കീഴടക്കിയിട്ടുള്ള ആളുകളെയാണ് പൊതുവെ ലോകപ്രകാരം ലോകത്തിൻ്റെ വീക്ഷണത്തിൽ ഭാഗ്യവാൻ എന്ന് വിവക്ഷിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നേരെ വിരുദ്ധമായ ധ്രുവത്തിൽ നിന്നുകൊണ്ടാണ് ഒരു ഭാഗ്യവാനെ നിർവചിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്ന ഭാഗ്യവാൻ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. ഈ വാക്യം, 1-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അപ്പോൾ ഇത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. കാരണം എന്താണ്? ദൈവത്തോട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിപാടിയോട് എപ്പോഴും
മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു മനോഭാവമാണ് പൊതുവെ മനുഷ്യനുള്ളത്. മനുഷ്യൻ്റെ പ്രകൃതി എന്ന് പറയുന്നത് ദൈവത്തെ ഭയപ്പെടുന്ന, ദൈവത്തെ അനുസരിക്കുന്ന ഒരു പ്രകൃതിയല്ല. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. അതിങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യന് എല്ലാത്തിനെയും ഭയമാണ്, ദൈവത്തെ ഒഴികെ. നമുക്കറിയാം, മനുഷ്യന് തെരുവ് നായ്ക്കളെ ഭയമാണ്, വന്യമൃഗങ്ങളെ ഭയമാണ്. എന്തിനേറെ പറയുന്നു, നമ്മുടെ വീടിൻ്റെ ചുമരിൽ വന്നിരിക്കുന്ന എട്ടുകാരിയെപ്പോലും മനുഷ്യൻ ഭയപ്പെടുന്നു. പക്ഷേ മനുഷ്യന് ഭയമില്ലാത്ത ഏക സത്യം ദൈവമാണ്. ദൈവത്തെ മനുഷ്യന് ഭയമില്ലാത്തതിൻ്റെ പരിണിത ഫലങ്ങളാണ് ഇന്ന് നമുക്ക് സമൂഹത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. കൊലപാതകങ്ങൾ, മോഷണങ്ങൾ, അതുപോലെ അധാർമിക പ്രവർത്തനങ്ങളെല്ലാം ഇന്ന് സമൂഹത്തിൽ നിൽക്കുന്നത് അവരെ കാണുന്ന, അവരെ വീക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന ചിന്ത മനുഷ്യനില്ല. മനുഷ്യൻ്റെ ഭക്തി ഒരു വശത്ത് വർദ്ധിക്കുമ്പോഴും മനുഷ്യന് ദൈവത്തെക്കുറിച്ചുള്ള ഭയം കുറയുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ സങ്കീർത്തനകാരൻ പറയുന്നു, ദൈവം മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ വഴികളിൽ നടക്കണമെന്നുള്ളതാണ്. അങ്ങനെ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ്റെ ഒരു അനുഗ്രഹത്തെക്കുറിച്ചാണ് 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. 2-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: നിൻ്റെ അധ്വാന ഫലം നീ തിന്നും. നമുക്കറിയാം, ഇന്ന് അനേകം ആളുകളുടെ അധ്വാന ഫലം അവരല്ല തിന്നുന്നത്. ബാർ മുതലാളിമാരും ഡോക്ടർമാരും അതുപോലെയുള്ള ആളുകൾ, ബിസിനസ് സാമ്രാജ്യം നടത്തുന്ന ആളുകളൊക്കെയാണ് പലപ്പോഴും മനുഷ്യൻ്റെ അധ്വാന ഫലം തിന്നുന്നത്. അവൻ്റെ വീട്ടിൽ അവൻ്റെ കുഞ്ഞുങ്ങൾക്ക്, അവൻ്റെ തലമുറയ്ക്ക് പലപ്പോഴും അവൻ്റെ അധ്വാനം പ്രയോജനപ്പെടാതെ പോകുന്നതിൻ്റെ കാരണം അവൻ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ വഴികളിൽ അച്ചടക്കത്തോടെ ജീവിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ സങ്കീർത്തനകാരൻ പറയുന്നു, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നത് അവൻ്റെ അധ്വാന ഫലം അവൻ്റെ ജീവിതത്തിന്, അവൻ്റെ തലമുറയ്ക്ക് നന്മയായി, അനുഗ്രഹമായി തീരുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുന്ന ഒരു മനുഷ്യനെ അവതരിപ്പിച്ചതിന് ശേഷം ആ മനുഷ്യൻ്റെ വീട്ടിനകത്തേക്ക് സങ്കീർത്തനകാരൻ പ്രവേശിക്കുകയാണ്. ആ മനുഷ്യൻ്റെ വീട്ടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ പറയുന്നത് അവൻ്റെ ഭാര്യ ഫലപ്രദമായി തീരും എന്നാണ്. തൻ്റെ ഭാര്യ എങ്ങനെയാണ് ഫലപ്രദമായി തീരുന്നത് എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടി മനോഹരമായ ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നു. മുന്തിരിവള്ളിയോട് അവിടെ ഉപമിച്ചിരിക്കുകയാണ്. എന്താണ് മുന്തിരിവള്ളിയുടെ പ്രത്യേകത നമുക്കറിയാം. ഒരേ സമയത്ത് ഫലം കൊടുക്കുകയും അതേ സമയത്ത് തന്നെ പടർന്ന് ഒരു തണലായിട്ട് തീരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മുന്തിരിവള്ളിയുടെ പ്രത്യേകത. ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയുടെ കുടുംബ അന്തരീക്ഷത്തിൽ പോലും നമുക്ക് ആ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് കാണുവാനായിട്ട് സാധിക്കും. എന്ന് മാത്രമല്ല, അവൻ്റെ ഭാര്യ ഫലപ്രദമാകുമെന്ന് മാത്രമല്ല ഈ സങ്കീർത്തനം പറയുന്നത്, അവൻ്റെ തലമുറയെക്കുറിച്ച് പറയുകയാണ്. അവൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുമെന്നാണ് അതിൻ്റെ 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അവിടെ ഭാര്യയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ മുന്തിരിവള്ളിയാണ് ഉപമയായിട്ട് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നത് ഒലിവ് തൈയെക്കുറിച്ചാണ്. മക്കളെ ഒലിവ് തൈകളോട് ഉപമിച്ചിരിക്കുകയാണ്. എന്താണ് ഈ ഒലിവ് തൈയുടെ പ്രത്യേകത? 100 മീറ്റർ ഉയരത്തിൽ ശാഖകളോടെ നൂറ്റാണ്ടുകൾ നശിച്ചു പോകാതെ നിൽക്കുന്ന വൃക്ഷമാണ് ഒലിവ് വൃക്ഷം, അല്ലെങ്കിൽ ഒലിവ് മരം. അതിൻ്റെ കായ് ഭക്ഷണമാണ്, അതിൻ്റെ എണ്ണ ഔഷധമാണ്, അഭിഷേക തൈലത്തിനായിട്ട് ഈ എണ്ണ ഉപയോഗിക്കുന്നുവെന്ന് നമുക്കറിയാം. ചുരുക്കി പറഞ്ഞാൽ ഈ ഒലിവ് വൃക്ഷം, ഒലിവ് തൈ എല്ലാ മേഖലകളും ഉപകരിക്കപ്പെടുന്ന ഒന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തെ ഭയപ്പെടുന്ന, ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുന്ന ഒരു ഭക്തൻ്റെ മക്കൾ അവൻ്റെ ജീവിതത്തിന് നന്മയായിട്ട് തീരുന്നു. എന്ന് മാത്രമല്ല, ഒലിവ് തൈയുടെ ശിഖരങ്ങൾ ഒരു അലങ്കാര വസ്തുവാണ്. മക്കൾ അവനൊരു അലങ്കാരമായിട്ട് മാറുമെന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ന് മക്കളെക്കുറിച്ച് ദുഃഖിക്കുന്ന, വേദനിക്കുന്ന ധാരാളം മാതാപിതാക്കളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മക്കളെ കൊണ്ട് അവർക്ക് യാതൊരു ഉപകാരമില്ലെന്ന് മാത്രമല്ല, മക്കളൊരു തീരാവേദനയായിട്ട്, ദുഃഖമായിട്ട് തീരുന്ന കുടുംബങ്ങൾ ഇന്ന് നമ്മുടെ ചുറ്റാകെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു കാര്യം ഇവിടെ സങ്കീർത്തനകാരൻ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവൻ്റെ തലമുറയിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കടന്നു വരുമെന്നാണ് സങ്കീർത്തനകാരൻ പറയുന്നത്. മാത്രമല്ല, തൻ്റെ മക്കൾ ഒലിവ് തൈകൾ പോലെ ആയിരിക്കുമെന്ന് മാത്രമല്ല, പിന്നീട് പറഞ്ഞിരിക്കുന്നത് മേശയ്ക്ക് ചുറ്റും അവർ വന്നിരിക്കുമെന്നാണ്. മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ എന്നാണ്. മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്നത് ഒരു കൂട്ടായ്മയാണ് കാണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, ഒരു കൂട്ടായ്മ സംഭവിക്കണമെങ്കിൽ എന്തെല്ലാം വേണം? അല്ലേ? സഹകരണം, ഐക്യം, സ്നേഹം, ഇതെല്ലാം വരുമ്പോഴാണ് കൂട്ടായ്മ ഉണ്ടാകുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മൂല്യങ്ങളെല്ലാം ഇന്ന് സമൂഹങ്ങളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്നേഹം, ഐക്യം, സഹകരണമൊക്കെ ഇന്ന്
കുടുംബങ്ങളിൽ നഷ്ടപ്പെടുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമാണ്. മക്കളുടെ ഇടയിൽ നഷ്ടപ്പെടുന്നു എന്നുള്ളത് വളരെ ദുഃഖമാണ്. എപ്പോഴാണ് ഈ കാലഘട്ടത്തിൽ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒന്നിച്ചു കൂടുന്നത്? ഒന്നെങ്കിൽ അവരുടെ മാതാപിതാക്കളെ ഏത് വൃദ്ധസദനത്തിലേക്ക് അയക്കണമെന്ന് ചിന്തിക്കാനായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പ്രോപ്പർട്ടി വിഹിതം വെക്കുന്ന സമയത്തായിരിക്കാം. അല്ലാതെ അവരൊന്നിച്ചു വന്നിരുന്ന് അവരുടെ അപ്പനെക്കുറിച്ച് അമ്മയുടെ അടുത്ത് അപ്പൻ്റെ അടുത്ത് വന്നിരുന്ന് അവരൊന്നിച്ച് പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന അന്തരീക്ഷം ക്രിസ്തീയ കുടുംബങ്ങളിൽ പോലും ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വേദനയാണ്. പക്ഷേ ഞാനൊരു കാര്യം ഇവിടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. യഥാർത്ഥമായി ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ഭക്തൻ്റെ വീട്ടിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും. അവരുടെ മക്കൾ അവർക്കൊരു അലങ്കാരമാകുമെന്ന് മാത്രമല്ല, ഒരു അനുഗ്രഹമാകുമെന്ന് മാത്രമല്ല, പ്രയോജനപ്പെടുമെന്ന് മാത്രമല്ല, പിന്നെ നമ്മൾ കണ്ടത് അവർ മേശയ്ക്ക് ചുറ്റും ഐക്യത്തോടെ വന്നിരുന്ന് ഒരൈക്യത്തിൻ്റെ കൂട്ടായ്മയുടെ ചിത്രം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ട് ഈ സങ്കീർത്തനം ഒരു മനുഷ്യനെക്കുറിച്ച് പറഞ്ഞു, യഹോവയെ ഭയപ്പെടുന്ന മനുഷ്യൻ. രണ്ടാമത് ഒരു കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു, അവിടെ ഭാര്യയെക്കുറിച്ച്, മക്കളെക്കുറിച്ച് പറഞ്ഞു. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ കൊച്ചുമക്കളെക്കുറിച്ചും പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് ഈ സങ്കീർത്തനത്തിൽ മൂന്നാമതായിട്ട് വരുന്ന ഭാഗം ഒരാശംസയാണ്. ആ ആശംസ ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന ആശംസയാണ്. ഒരു രാഷ്ട്രത്തിന് സമാധാനം ആശംസിച്ചുകൊണ്ടാണ് ഈ സങ്കീർത്തനം അവസാനിക്കുന്നത്. നമുക്കറിയാം, എല്ലാ കാലത്തും മനുഷ്യൻ ആഗ്രഹിച്ചിട്ടുള്ള ഒന്നാണ് സമാധാനം. സമാധാനത്തിന് വേണ്ടി മനുഷ്യൻ കാശ് ചെലവാക്കാൻ തയ്യാറാണ്. മനുഷ്യനെ സന്തോഷവാനാക്കുവാനും എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റുവട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ, തീർത്ഥാടന സ്ഥലങ്ങൾ എന്ന് വേണ്ട മനുഷ്യനെ സന്തോഷിപ്പിക്കുവാൻ, മനുഷ്യന് സമാധാനം കൊടുക്കുവാൻ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ വാസ്തവത്തിൽ ഇവയൊന്നും മനുഷ്യനെ യഥാർത്ഥത്തിൽ സമാധാനമുള്ളവനാക്കി തീർക്കുന്നില്ല എന്ന് നമുക്കറിയാം. ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം സമാധാനമാണ്. കുടുംബങ്ങളിലും രാജ്യത്തും ലോകരാഷ്ട്രങ്ങളുടെ ഇടയിലും ഒരുപോലെ മനുഷ്യന് ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് സമാധാനം എന്നുള്ളത്. വട്ടമേശ സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം സമാധാനമാണ്. പക്ഷേ നമുക്കറിയാം, മനുഷ്യരുടെ ഇടയിൽ ലോകത്തെമ്പാടും അശാന്തിയുടെ തീ ആളിപ്പടരുകയാണ്. സമാധാനത്തിന് വേണ്ടിയുള്ള മനുഷ്യൻ്റെ പരിശ്രമങ്ങൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോൾ, മറുവശത്ത് മനുഷ്യൻ സമാധാനമില്ലാതെ അലയുന്ന ദയനീയമായ ചിത്രമാണ് നമ്മൾ കാണുന്നത്. കൊച്ചുകുടിലുകളിൽ തൊട്ട് കൊട്ടാര സമാനമായ വീടുകളിൽ വരെ അവരഭിമുഖീകരിക്കുന്ന പ്രശ്നം വാസ്തവമായി സമാധാനം അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് യഥാർത്ഥ സമാധാനം മനുഷ്യന് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്? ഇവിടെ ഒരു രാഷ്ട്രത്തിന് സമാധാനം ആശംസിച്ചുകൊണ്ടാണ് സങ്കീർത്തനകാരൻ ഈ സങ്കീർത്തനം അവസാനിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു രാഷ്ട്രത്തിന് എങ്ങനെയാണ് സമാധാനം ഉണ്ടാകുന്നത്? ഒരു രാഷ്ട്രത്തിന് സമാധാനം ഉണ്ടാകണമെങ്കിൽ ആ രാഷ്ട്രത്തിലുള്ള ഓരോ കുടുംബത്തിലും സമാധാനം അനുഭവിക്കാൻ സാധിക്കണം. ഓരോ കുടുംബത്തിലും എങ്ങനെയാണ് സമാധാനം ഉണ്ടാകുന്നത്? ഓരോ കുടുംബത്തിലെ ഓരോ വ്യക്തിയും സമാധാനം അനുഭവിക്കണം. അപ്പോൾ വ്യക്തിയിൽ നിന്ന് ആരംഭിക്കേണ്ടതാണ് സമാധാനം. ഞാൻ ചോദിക്കട്ടെ, മനുഷ്യൻ്റെ വ്യക്തി ജീവിതത്തിൽ സമാധാനത്തിന് തടസ്സമായിരിക്കുന്ന കാര്യം എന്താണ്? പണമില്ലാത്തതാണോ? നമുക്കറിയാം, സമ്പന്നന്മാരായിട്ടുള്ള ആളുകൾ അവർ പണം ധാരാളം കൈകാര്യം ചെയ്യുന്നു, പക്ഷേ അവർക്ക് സമാധാനമില്ല. വലിയ വലിയ കൊട്ടാര സമാനമായ വീടുകൾ പണിതുയർത്തിയിട്ട് ജീവിതത്തിന് അർത്ഥം കണ്ടെത്താൻ കഴിയാതെ സ്വന്തം കെട്ടിടത്തിൽ കെട്ടി തൂങ്ങി മരിക്കുന്ന ആളുകളുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പേരും പ്രശസ്തിയുമുള്ള ആളുകൾ, എത്രയോ ആളുകൾ, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, സംഗീത മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അവരൊക്കെ പണമില്ലാത്തതുകൊണ്ടാണോ പേരും പ്രശസ്തിയും ഇല്ലാത്തതുകൊണ്ടാണോ ജീവിതത്തിൽ സമാധാനമില്ലാതെ വരുമ്പോൾ, പിരിമുറുക്കം അനുഭവപ്പെടുമ്പോൾ അവർ ഈ ലോകത്തോട് യാത്ര പറയുകയാണ്. വളരെ ചെറിയ പ്രായത്തിലുള്ള ആളുകൾ, വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ, അവർ ഈ ലോകത്തോട് ഗുഡ് ബൈ പറഞ്ഞ് പിരിയുന്ന ദുഃഖകരമായ വാർത്തകളാണ് ദിനംപ്രതി പല മാധ്യമങ്ങളിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ എന്താണ് മനുഷ്യൻ്റെ പ്രശ്നം? എന്താണ് മനുഷ്യനെ സമാധാനമുള്ളവനാക്കി തീർക്കുന്നത്? അടിസ്ഥാനപരമായി മനുഷ്യൻ സമാധാനമുള്ളവനായി തീരണമെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ്റെ ഹൃദയത്തിൽ വന്ന് നിറയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കാരണം മനുഷ്യൻ ഒരു ഭൗതിക ജീവിയല്ല, ഒരു സാമൂഹ്യ ജീവിയുമല്ല. മനുഷ്യൻ ഒരു ആത്മീയ ജീവിയാണ്. ഹീസ് എ സ്പിരിച്വൽ ബീയിങ്. അതുകൊണ്ട് മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം ആത്മീയതയുമായി ബന്ധപ്പെട്ടതാണ്. മനുഷ്യൻ്റെ പ്രശ്നപരിഹാരം അവൻ്റെ ആത്മീയ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. പാസ്കൽ അതിനെക്കുറിച്ച് വളരെ മനോഹരമായ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. പാസ്കൽ എന്ന് പറയുന്ന ഫ്രഞ്ചുകാരനായ ഒരു ശാസ്ത്രജ്ഞനാണ്.
അദ്ദേഹം മനുഷ്യനെക്കുറിച്ച് പഠിച്ചിട്ട്, മനുഷ്യൻ്റെ പ്രശ്നത്തെക്കുറിച്ച് പഠിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, മനുഷ്യൻ്റെ പ്രശ്നം വാസ്തവത്തിൽ അടിസ്ഥാനപരമായ മനുഷ്യൻ്റെ പ്രശ്നം ശൂന്യതയാണ്. എന്ത് ശൂന്യത? ഹൃദയശൂന്യത. ഹൃദയശൂന്യത എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്, എല്ലാ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ഒരു ശൂന്യത ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ രൂപത്തിലുള്ള ഒരു ശൂന്യതയോടെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ശൂന്യത നികത്തുവാൻ ആ സ്ഥാനത്തേക്ക് ഭൗതികമായി ഒന്നിനും സാധ്യമല്ല. പണം, ഭൗതിക സൗകര്യങ്ങൾ, പേര്, പ്രശസ്തി, നല്ല വീടുകൾ, നല്ല വാഹനങ്ങൾ, നല്ല ജോലി, ഇതൊന്നും മനുഷ്യൻ്റെ ഉള്ളിലെ ആധ്യാത്മികമായ ശൂന്യത നികത്തുവാൻ പര്യാപ്തമല്ല. അതിന് ദൈവം തന്നെ മനുഷ്യഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അങ്ങനെയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അവൻ്റെ സ്വന്തം വഴിയിൽ അവൻ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നവനായിട്ടല്ല. ദൈവത്തിൻ്റെ സഹായമില്ലാതെ, ദൈവത്തിൻ്റെ അനുഗ്രഹമില്ലാതെ, ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാതെ മനുഷ്യൻ ഒരിക്കലും അർത്ഥപൂർണമായ ജീവിതം കണ്ടെത്തുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ടാണ് പാസ്കൽ പറഞ്ഞത്, എല്ലാ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ഒരു ശൂന്യതയുണ്ട്. ദൈവം സൃഷ്ടിച്ച ശൂന്യത, ദൈവം സൃഷ്ടിച്ച ശൂന്യത നികത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് മനുഷ്യൻ ഒരു കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ നാട്ടുകളിൽ ഏറ്റു പറഞ്ഞിട്ടുള്ള ചില ആശയങ്ങളുണ്ട്. ആ ആശയങ്ങളെന്ന് പറയുന്നത്, ചിലർ പറഞ്ഞത് അരി വന്നാൽ, തുണി കിട്ടിയാൽ, പണി കിട്ടിയാൽ, ആവശ്യത്തിന് വസ്ത്രമുണ്ടെങ്കിൽ, ആവശ്യത്തിന് തൊഴിലുണ്ടെങ്കിൽ, ആവശ്യത്തിന് പണമുണ്ടെങ്കിൽ മനുഷ്യൻ്റെ ദുഃഖങ്ങളെല്ലാം മാറും. അങ്ങനെ പറഞ്ഞൊരു കാലഘട്ടമുണ്ട്. ദാരിദ്ര്യത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും ഒരു കാലം അങ്ങനെയായിരുന്നു. പക്ഷേ നമുക്കറിയാം, കാലങ്ങൾ മാറി, സമൂഹം മാറി, ജീവിതശൈലി മാറി. പണം മനുഷ്യൻ ഇന്ന് പണ്ടത്തേക്കാൾ എളുപ്പത്തിൽ പണത്തിൻ്റെ മാർഗങ്ങൾ വന്നു ചേർന്നു. ലോകത്തിൻ്റെ വാതായനങ്ങൾ എല്ലായിടങ്ങളിലും തുറന്നു കൊടുത്തു. മനുഷ്യൻ യാത്ര ചെയ്യുവാൻ തുടങ്ങി, ലോകങ്ങൾ കീഴടക്കാൻ തുടങ്ങി. പുതിയ പുതിയ മേഖലകളിലേക്ക് മനുഷ്യൻ പ്രവേശിച്ചു. അവന് ജോലി കിട്ടി, സൗകര്യങ്ങൾ വർദ്ധിച്ചു, വീട് മെച്ചപ്പെട്ട നിലയിൽ പണിതു. പക്ഷേ ആത്മഹത്യ വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അധർമ്മ പ്രവർത്തികൾ വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മോഷണവും പിടിച്ചുപറിയും കൊലപാതകങ്ങളും നമ്മുടെ സമൂഹത്തിൽ വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് പാസ്കൽ പറഞ്ഞത്, മനുഷ്യനെ നന്നാക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അവൻ്റെ ശൂന്യതയിലേക്ക് ദൈവം ഇറങ്ങി വന്ന് ദൈവം അവനിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ അവന് യഥാർത്ഥ സമാധാനവും സന്തോഷവും അനുഭവിക്കാനായിട്ട് കഴിയുകയുള്ളൂ. എന്താണ് സമാധാനത്തിൻ്റെ തടസ്സം? എന്താണ് സമാധാനം അവൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയുന്ന വസ്തുത എന്താണ്? നമുക്കറിയാം, ചില കുട്ടികളെ അവരുടെ അമ്മമാരെ വീട്ടിലാക്കിയിട്ട് എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ ആ കുട്ടി കിടന്ന് കരയും. ആ കുട്ടി കിടന്ന് കരയുന്ന സമയത്ത് അമ്മമാർ ചെയ്യാറുള്ളൊരു കാര്യമുണ്ട്, അവൻ്റെ കയ്യിലൊരു ചോക്ലേറ്റ് കൊടുക്കും, ഒരു ലോലിപോപ്പ് കൊടുക്കും. ആ ലോലിപോപ്പിൻ്റെ മധുരം നുണയുമ്പോൾ അവൻ എല്ലാം മറക്കും. എല്ലാം മറന്നിട്ട് അമ്മയെക്കുറിച്ച് മറക്കും. പക്ഷേ ലോലിപോപ്പ് തീർന്നു കഴിയുമ്പോൾ, ചോക്ലേറ്റ് നുകർന്നതിൻ്റെ മധുരം തീർന്നു കഴിയുമ്പോൾ അവൻ വീണ്ടും കരയാൻ തുടങ്ങും. കാരണം അവൻ ആവശ്യപ്പെടുന്ന റിയാലിറ്റി ചോക്ലേറ്റ് അല്ല, അമ്മയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, മനുഷ്യൻ എന്തൊക്കെ പരിശ്രമിച്ചാലും, ഏതെല്ലാം രീതിയിൽ സമാധാനവും സന്തോഷവും അനുഭവിക്കാനും ഈ അവൻ്റെ ദുഃഖങ്ങളും ഭാരങ്ങളും മറച്ചു വെക്കാൻ ശ്രമിച്ചാലും, ഒരു സത്യം ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. എന്താണതെന്നറിയാമോ? ഈ ലോകം തരുന്ന സമാധാനം താൽക്കാലികമാണ്. ആത്യന്തികമായ റിയാലിറ്റി, മനുഷ്യഹൃദയങ്ങൾ അന്വേഷിക്കുന്ന റിയാലിറ്റി ദൈവമാണ്. ആ ദൈവസന്നദ്ധിയിൽ ചെന്നെത്താതെ, ദൈവം അവൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരാതെ, പാപം എന്ന ആ വലിയ പ്രശ്നത്തിന് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് വിടുതൽ സംഭവിക്കാതെ, ജീവനുള്ള ദൈവവും വിശുദ്ധനായ ദൈവവുമായിട്ട് പാപിയായ മനുഷ്യൻ ഒന്നിച്ച് സമ്മേളിക്കപ്പെടാതെ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയില്ല. ആകയാൽ എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് ആശംസിച്ച് പറയാനുള്ള കാര്യം, ഇന്ന് നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ ജീവിക്കുന്നുവെങ്കിൽ, അസമാധാനത്തിൽ ജീവിക്കുന്നുവെങ്കിൽ, അസന്തുഷ്ടിയിൽ ജീവിക്കുന്നെങ്കിൽ, നിങ്ങളെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുന്നൊരു ദൈവമുണ്ട്. നിങ്ങളെ അവൻ്റെ പുത്രൻ്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് നഷ്ടപ്പെട്ടു പോയ ആ ബന്ധത്തിലേക്ക് നിങ്ങളെ മടക്കിക്കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട്. വെളിപ്പാട് പുസ്തകം 3:20 നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, ആകയാൽ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ വന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ദൈവം ആഗ്രഹിക്കുന്ന കൂട്ടായ്മ ബന്ധം അതാണ്. നിങ്ങൾക്കും ദൈവത്തിനും ഇടയിൽ മറ്റൊന്നുമില്ലാത്തൊരു ബന്ധം, ഹൃദയതലത്തിലുള്ള ബന്ധം, അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ കഴിയുന്നൊരു ബന്ധം. അത് സാധിക്കണമെങ്കിൽ പാപം കഴുകപ്പെടണം. അതിനാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്.
അവൻ്റെ രക്തം സകല പാപവും പൊക്കി മനുഷ്യനെ ശുദ്ധീകരിക്കുന്നു. ഈ ശബ്ദം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും, ഇന്നുവരെ നിങ്ങളൊരു പക്ഷേ യേശുവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം, സമാധാനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം, സന്തോഷത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഞാനൊരു കാര്യം നിങ്ങളോട് പറയുന്നു, ഈ ലോകം തരുന്ന സമാധാനവും സന്തോഷവും താൽക്കാലികമാണ്. യഥാർത്ഥ സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നത് 128-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനകാരൻ പറയുന്ന അനുഭവത്തിൽ നിങ്ങൾ വരുമ്പോഴാണ്. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അവൻ അനുഗ്രഹിക്കപ്പെടും, അവന് നന്മ വരും, അവൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ആത്യന്തികമായിട്ട് അവൻ സമാധാനം അനുഭവിക്കും. ഇന്ന് ഏറ്റവും അധികം ലോകം നേരിടുന്ന പ്രശ്നം സമാധാനമില്ലായ്മയാണ്, സമാധാന ശൂന്യതയാണ്, സന്തോഷശൂന്യതയാണ്, സ്നേഹശൂന്യതയാണ്. ലോകത്തിന് ഇന്ന് ആവശ്യം അതാണ്. മനുഷ്യന് ഇന്ന് ആവശ്യം അതാണ്. മനുഷ്യന് വിദ്യാഭ്യാസം ആവശ്യമാണ്, ആരോഗ്യം ആവശ്യമാണ്. ഇതെല്ലാം ശരീരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആത്യന്തികമായി ദൈവവുമായിട്ട് ആധ്യാത്മികമായ ബന്ധം പുനഃസ്ഥാപിക്കാതെ പുറമേയുള്ള ഒരു സംവിധാനത്തിന് മനുഷ്യനെ സമാധാനപൂർണ്ണനാക്കുവാനായിട്ട് കഴിയില്ല. സങ്കീർത്തനകാരൻ ഈ സങ്കീർത്തനം അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞു, ഇസ്രായേലിന്മേൽ സമാധാനമുണ്ട്, ഒരു രാഷ്ട്രത്തിന് സമാധാനമുണ്ടാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാം, ഒരു രാഷ്ട്രത്തിൻ്റെ സമാധാനം ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമാണ്. ഒരു വ്യക്തിയിലെ സമാധാനം ദൈവവും ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ അധിഷ്ഠിതമാണ്. ആ ബന്ധം പുനഃസ്ഥാപിക്കുവാനാണ് 2000-ൽ പരം വർഷങ്ങൾക്കപ്പുറത്ത് ദൈവമായിരുന്നവൻ മനുഷ്യ ശരീരമെടുത്ത് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഒരു മരക്കുരിശിൽ പാപമില്ല എന്ന 5 കോടതികൾ തിരിച്ചും മറിച്ചും തിരിച്ചും വിസ്താരം നടത്തിയിട്ടും പാപമില്ല എന്ന് വിളിച്ചു പറഞ്ഞ നീതിമാനായ ദൈവപുത്രൻ ക്രൂശിൽ മരിച്ചത് എനിക്കും നിങ്ങളുടെയും പാപങ്ങൾ കഴുകി മാറുന്നതിന് വേണ്ടിയാണ്. എനിക്കും നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കുന്നതിന് വേണ്ടിയാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവ ചൈതന്യം ഇറങ്ങി സമാധാന സന്തുഷ്ടമായൊരു ജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ്. ആ കുട്ടിയെപ്പോലെ ലോലിപോപ്പ് കഴിച്ചു കഴിഞ്ഞിട്ട്, ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞ് അവൻ വീണ്ടും അന്വേഷിക്കുന്നത് അമ്മയാണെങ്കിൽ, ലോകം ഇന്ന് അന്വേഷിക്കുന്നത് ദൈവത്തെയാണ്. ആ ദൈവത്തിലേക്ക് മടങ്ങി വരുവാനുള്ള ദൈവത്തിൻ്റെ ക്രമീകരണമാണ് യേശുക്രിസ്തു. പാപിയായ ദൈവവും വിശുദ്ധനായ ദൈവവും തമ്മിൽ നഷ്ടപ്പെട്ടു പോയ ആ ബന്ധം പുനഃസ്ഥാപിക്കുന്ന ബ്രിഡ്ജാണ് ഞാനിവിടെ പ്രസ്താവിക്കുന്ന യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വ്യക്തിപരമായി ക്ഷണിച്ച് ഒരു ദൈവവൈതലായി, ലോകം തരാത്ത സമാധാനം എന്ന് യേശു പറഞ്ഞ, സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം എന്ന് യേശു പറഞ്ഞ, ഒരു യൂണിവേഴ്സിറ്റിക്ക് തരാൻ കഴിയാത്ത സമാധാനം എന്ന് യേശു പറഞ്ഞ ആ സമാധാനം അനുഭവിക്കാൻ നിങ്ങൾക്കും എനിക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ലഘുപ്രഭാഷണത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കാഴ്ചപ്പാടിൽ ഈ ലോകത്ത് അനേകരെ ഭാഗ്യവാന്മാരായി കണ്ടു എന്ന് വരാം. എന്നാൽ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മരണത്തിനപ്പുറം ഉള്ള നിത്യത ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? അങ്ങനെ നിത്യത ഉറപ്പുവരുത്തുന്നവരാണ് യഥാർത്ഥ ഭാഗ്യവാനെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവൻ ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറുന്നു. അങ്ങനെ പുതിയ സൃഷ്ടിയായ മനുഷ്യൻ
തൻ്റെ ജീവിതം അനുഗ്രഹത്തിലേക്ക് വരുന്നു, തൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, മക്കൾ, ഭാര്യ എല്ലാവരും അനുഗ്രഹത്തിലേക്ക് വരുവാൻ ഇടയായിട്ട് തീരും. എങ്ങനെയാണ് ഒരു പുതിയ സൃഷ്ടിയായിട്ട് തീരുന്നത്? കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് പുതിയ സൃഷ്ടിയായിട്ട് തീരുവാനായിട്ട് സാധിക്കുന്നത്. എന്താണ് വിശ്വസിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, കർത്താവായ യേശുക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ മരിച്ചത് എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാനാണ് കർത്താവായ യേശുക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ യാഗമായത് എന്ന് നാം ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് രക്ഷ പ്രാപിക്കുവാനായിട്ട് സാധിക്കും, ഒരു പുതിയ സൃഷ്ടിയായിട്ട് തീരുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അങ്ങനെ പുതിയ സൃഷ്ടിയാകുന്നവരാണ് യഥാർത്ഥത്തിൽ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്. അവരുടെ കുടുംബജീവിതവും ബന്ധുമിത്രാദികളെല്ലാം അനുഗ്രഹത്തിലേക്ക് വരുവാനായിട്ട് ഇടയായിട്ട് തീരും. അങ്ങനെ ഒരു അനുഗ്രഹത്തിലേക്ക് വരുവാൻ നിങ്ങളേവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, അവിടുന്ന് എത്ര നല്ലവനെന്നോർ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ഭാഗ്യകരമായ അവസ്ഥയെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുകയും കേൾക്കുകയും ചെയ്യുകയായിരുന്നു. യഥാർത്ഥ ഭാഗ്യ അവസ്ഥ കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഭാഗ്യകരമായിരിക്കുന്ന അവസ്ഥയാണ്. കർത്താവ്, ഞങ്ങളുടെ ഈ സന്ദേശം കേട്ട ആരെങ്കിലും ഇതുവരെയും കർത്താവിനെ കണ്ടുമുട്ടിയിട്ടില്ല എങ്കിൽ ഈ സന്ദേശത്തിൽ കേട്ടതുപോലെ കർത്താവിനെ സ്വന്തം നാഥനും രക്ഷിതാവുമായി സ്വീകരിച്ച് ആ ഭാഗ്യകരമായ അവസ്ഥയിലേക്ക് കടന്നു വരുവാനായിട്ട് അവിടുന്ന് ഇടയാക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. ചിലരുടെ ഹൃദയത്തോട് അവിടുന്ന് ഇന്ന് സംസാരിക്കണമേ, കർത്താവിനെ കണ്ടുമുട്ടുവാനായിട്ട് അവിടുന്ന് ഇടയാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാം യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. ഈ വചന സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ് 126 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyasathyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ മുഖേന ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും. അതോടൊപ്പം ഈ പ്രോഗ്രാമിൻ്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും വീണ്ടും കേൾക്കുന്നതിനായി സത്യസത്യമായി എന്ന യൂട്യൂബ് ചാനലും സത്യസത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സന്ദർശിച്ചാലും ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യമാ